ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതങ്ങൾ. സിനിമ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. സന്തോഷമുള്ള കാര്യം, 1000 കോടി കവിഞ്ഞിരിക്കുന്നു 5.5 മാസത്തിനുള്ളിൽ. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ആർക്കും താനൊരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമ ക്ലച്ച് പിടിക്കും, ആൾക്കാർ കാണും, മുടക്കിയ കാശ് തിരിച്ചു കിട്ടുന്നൊരു ആത്മവിശ്വാസം വന്നുണ്ട്. അങ്ങനെ ഒരു പുതിയ സിനിമ ഇപ്പോൾ ഇറങ്ങി എന്നറിയിക്കണം. മാരിവില്ലിൻ ഗോപുരങ്ങൾ. ഇത് നിർമ്മിച്ചത് ഒരു പുതിയ നിർമ്മാതാവൊന്നുമല്ല, സിയാദ് കോക്കറാണ്. സിയാദ് കോക്കറുടെ കുറേ നല്ല സിനിമകൾ എടുത്തിട്ടുള്ള നിർമ്മാതാവെന്ന് ആലോചിക്കണം. എറണാകുളത്ത് നല്ല തിയേറ്റർ ഉണ്ടായിരുന്ന ആളാണെന്ന് ആലോചിക്കണം. ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്ന് ആലോചിക്കണം. പക്ഷെ അങ്ങനെയുള്ള സിയാദിൻ്റെ ഒരു പുതിയ സിനിമ ഇറങ്ങി. ഞങ്ങൾ മുമ്പ് സിയാദിൻ്റെ പടങ്ങളെ വിമർശിക്കാറുണ്ട്, എഴുതാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോഴൊന്നും സിയാദ് അതിന് ആ രീതിയിലാണ് പോകാറ്. പക്ഷേ ഇവിടെ സിയാദിൻ്റെ സിനിമയെ വിമർശിച്ച ഒരാളുടെ പേരിലാണ് ആക്ഷേപം ശരിക്കും ഉന്നയിച്ചിരിക്കുന്നത് ആലോചിക്കണം. അശ്വന്ത് കോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, എല്ലാ സിനിമയും കാണും, സിനിമ കണ്ടിട്ട് എഴുതുമെന്ന് പറഞ്ഞാൽ കളിയാക്കിക്കൊണ്ട് ഓരോരുത്തരും എഴുതും, കഥാപാത്രം കളി, എങ്ങനെയൊക്കെ. അത് അയാളുടെ സ്റ്റൈലാണ്. അശ്വന്ത് കോക്കിൻ്റെ സ്റ്റൈല് വേറെയാണ്. കാരണം ആ സ്റ്റൈലുള്ളത് കൊണ്ടാണ് അശ്വന്ത് കോക്കിന് ലക്ഷങ്ങൾ പേര് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കുറേ പേരുണ്ട്. അങ്ങനെ ഒരു വൈഡായിട്ട് കുറേ പേരുടെ ആരാധകനാണ് ശരിക്കും അശ്വന്ത് കോക്ക്. ഈ അശ്വന്ത് കോക്ക് ഇപ്പോഴും കുടുങ്ങിയിരിക്കുന്നു. മുമ്പും അശ്വന്ത് കോക്കിനെ പ്രതിയാക്കി പല കേസുകളും ഇവർ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. അന്ന് കോടതിയിൽ പോയപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സിനിമയ്ക്ക് കാര്യത്തിലാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടേ റിവ്യൂ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ല ചോട്ടെ, റിവ്യൂ ചെയ്താൽ എന്താ കുഴപ്പം, എന്താ പ്രശ്നമുള്ളത്? ഈ സംഭവത്തിന് ശേഷം മലയാള സിനിമയെ 2 വിഭാഗം ആൾക്കാർ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, വിമർശനമാകാം, അവരവരുടെ ജോലി ചെയ്യട്ടെ, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നുള്ളൂ. അതായത് പൃഥ്വിരാജ്, മമ്മൂട്ടി അടക്കമുള്ളവർ ഈ വിമർശനങ്ങളെ സ്വാഗതം ചെയ്ത കൂട്ടത്തിലാണെന്ന് ആലോചിക്കണം. ഒരാൾ ഞാൻ അറ്റാക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അശ്വന്ത് കോക്കിനെ പോലും അറ്റാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ഒരാളുടെ സിനിമയെ മോശമാണെന്ന് പറഞ്ഞാൽ അത് കേട്ട് സിനിമ തകർക്കാൻ ആർക്കെങ്കിലും ഇല്ല എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണെന്ന് ആലോചിക്കണം. ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ മാധ്യമ പ്രവർത്തനത്തോട് തന്നെ പറയുകയാണത്, അങ്ങനെ ഇല്ലാതാക്കാൻ ഒരു മാധ്യമത്തിനും കഴിയില്ല എന്നാലോചിക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിനേറ്റവും ഉദാഹരണം നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ കുറേ സിനിമകളുണ്ടെന്ന് ആലോചിക്കണം. ഈ സിനിമകളോട് വിയോജിപ്പുള്ളവരുണ്ടായിരിക്കും ആലോചിക്കണം. ഈ സിനിമകളുടെ കഥയോട് വിയോജിപ്പുള്ളവരുണ്ടായിരിക്കും. എന്നിട്ട് പോലും അതിൻ്റെ പ്രസൻറ്റേഷൻ രീതി ആസ്വദിച്ചുകൊണ്ട് സിനിമ കണ്ട് വിജയിപ്പിച്ചിട്ടുണ്ടാലോചിക്കണം. മമ്മൂട്ടിയുടെ കാതൽ എന്ന സിനിമയോട് എന്തെല്ലാം എതിർപ്പുണ്ടായി, ഇവിടെ ഗൾഫിൽ നിരോധിച്ച സിനിമയാണെന്ന് ആലോചിക്കണം. എന്നിട്ടും ആ സിനിമ ഈ അടുത്ത കാലത്ത് വമ്പൻ കളക്ഷൻ കിട്ടിയില്ല എന്നാലോചിക്കണം. ഇല്ലേ, പിള്ളേരുടെ സിനിമ ഇവിടെ പോയില്ലേ, നമ്മുടെ പിള്ളേരുടെ സിനിമകൾ പോലെ എന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമ കാണേണ്ടവർ ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ 2.5 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ആ സിനിമ കണ്ടിരിക്കും. പക്ഷേ ഇവിടെ സിയാദ് എന്തിനിത് ചെയ്തു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കാരണം സിയാദ് വളരെ പരിചയമുള്ള ഒരു നിർമ്മാതാവാണെന്ന് ആലോചിക്കണം. കഷ്ടങ്ങളും നഷ്ടങ്ങളും വിജയങ്ങളും കൊയ്തെടുത്തൊരു നിർമ്മാതാവാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള സിയാദിനെ നാക്ക് പിഴ വന്നു എന്നാണ് ഞാനത് സംസാരിച്ച് മനസ്സിലാക്കി. കാരണം പറഞ്ഞു പോയ കൂട്ടത്തിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും എന്നാണ് പറഞ്ഞതെന്ന് ആലോചിക്കണം. അത് ഏറ്റുപിടിച്ച് എന്നെ പലരും വിളിച്ചിട്ട് എന്താണ് സിയാദ് അങ്ങനെ പറയാൻ കാരണം, എന്താ സിയാദ് കൊല്ലുമെന്നാണോ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ചില ചോദിച്ചു, സിയാദ് മുമ്പ് ജയിലിൽ കിടന്നിട്ടുള്ളതല്ലേ, മുമ്പ് കൊലപാതക പ്രതിയായിരുന്നു, ഇതൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റ് കാലത്തെക്കുറിച്ചല്ല അറിയേണ്ടത്. സിയാദ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ വ്യക്തമായിട്ട് സിയാദിനോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ വേറെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ സിനിമ, ഞാൻ മിക്ക സിനിമകളും കാണുന്ന ഒരാളാണ്. ഞാൻ ഒരു സിനിമയെയും നിഷ്ഠൂരമായി വിമർശിക്കാറില്ല. ഇപ്പോഴൊന്നല്ല, വർഷങ്ങളായിട്ട് ഞാൻ പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ ഞാനൊരു സിനിമയെ വിമർശിക്കാറില്ല എന്ന് പറയാൻ കാരണം, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, മോശമാണ് ഞാൻ മോശമെന്ന് പറയാറില്ല. അതൊരു പക്ഷേ എൻ്റെ കഴിവുകേടായിരിക്കാം. കാരണം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ കാണുന്ന ഒരു നിർമ്മാതാവിനെയാണ്, ലക്ഷങ്ങളും കോടികളും കടം വേണിയും മറ്റും കൊടുത്തൊരു നിർമ്മാതാവിനെ കാണുന്നത്. ആ നിർമ്മാതാവിൻ്റെ പതനത്തിനു കാരണക്കാരൻ ഞാൻ ആകരുത് എന്നൊരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സിനിമ കാണാം, മോശമാണെങ്കിലും കാണണ്ട. പക്ഷെ ഇവിടെ ഞാനിപ്പോൾ അശ്വന്ത് കോക്കിന് നേരിട്ട് എനിക്കൊരു പരിചയമില്ല, അശ്വന്ത് കോക്കിന് വാദിക്കുകയല്ല, ഞാൻ ആ സിനിമ കണ്ടതാണ്.
ഞാൻ മാത്രമല്ല മറ്റു പലരും കണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ അശ്വന്ത് ഗോക്ക് പറഞ്ഞ എന്താ? ഞാൻ അശ്വന്ത് ഗോക്ക് വിട്, അശ്വന്ത് ഗോക്കിൻ്റെ സ്റ്റൈല് വേറെ, എൻ്റെ സ്റ്റൈല് വേറെ. എൻ്റെ സ്റ്റൈലിന് ആളെ കിട്ടില്ല, അശ്വന്ത് ഗോക്കിന് ആളെ കിട്ടും. അതാണ് ഒരു രീതിയുള്ളത്. അപ്പോൾ എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. അശ്വന്ത് ഗോക്ക് ഇത്ര ആൾക്കാരുണ്ടല്ലോ, ആ അസൂയുണ്ട്. ആ അസൂയ വരുത്തി വെച്ചത് അശ്വന്ത് ഗോക്കിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണെന്നാണ്. ആ കഴിവ് അവിടെ നിൽക്കട്ടെ. അപ്പം അശ്വന്ത് ഗോക്ക് എഴുതിയത് ദോഷകരമായി ഭാവിച്ചെങ്കിൽ, സിനിമയ്ക്ക് ദോഷമായെങ്കിൽ, അക്കാരണം കൊണ്ടാണ് സിനിമയ്ക്ക് പരാജയം സംഭവിച്ചെങ്കിൽ കേസ് കൊടുക്കുക മാത്രമല്ല, ആ സിനിമ കാണാൻ ഒരു ജഡ്ജിങ് കമ്മിറ്റി വേണമെന്ന് ആലോചിക്കണം. ജഡ്ജിങ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കോടതിയിലാണല്ലോ ഇപ്പോൾ പോയിരിക്കുന്നത്. കോടതി പോകുമ്പോൾ കാണട്ടെ ആ സിനിമ, ഒന്ന്. രണ്ടാമത് നമ്മളൊരു ഒരു ബാലൻസ് ഷീറ്റ് ഇരിക്കണം സിനിമയുടെ. ഈ സിനിമ ആദ്യത്തെ ദിവസം എത്ര തിയേറ്ററിൽ എത്ര പേര് കണ്ടു എന്നുള്ളൊരു കണക്കെടുക്കണം. ഈ കണക്കെടുക്കെന്ന് പറയാൻ കാരണം, ഞാൻ ആ സിനിമ കാണാൻ പോയപ്പോൾ 10-ൽ താഴെ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ ആലോചിക്കണം. ഞാൻ സിനിമയുടെ ഗുണദോഷങ്ങളിലേക്കൊന്നും പോകുന്നില്ല, തിയേറ്റർ കളക്ഷൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് വിശ്വാസമുള്ള എൻ്റെ അടുത്ത സുഹൃത്തുക്കളും കോളേജ് പ്രൊഫസർമാരെ പലരും ഞാൻ വിളിച്ചു, നിങ്ങൾ ഈ സിനിമ കണ്ടോ? കണ്ടില്ല. ഈ സിനിമ കണ്ടിട്ട്, സത്യത്തിൽ സിനിമ കണ്ടിട്ട് എനിക്കൊന്ന് പറയണം. വേറൊന്നുമില്ല, ഞാൻ ഇന്നേ വരെ ഈ ദിവസം വരെ ഈ സിനിമയെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു നിരൂപണത്തിന് എഴുതുമ്പോൾ അത് എത്ര മോശമായിക്കോട്ടെ നല്ലതായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാൾ പറയുമ്പോൾ, അയാൾ എത്ര വലിയനായും ചെയ്യുമ്പോൾ, അത് ഒരു ഗുണ്ടായുസത്തിൻ്റെ സ്വഭാവത്തിനില്ലേ, ഒരു നശീകരണ പ്രവണതയില്ലേ? നമ്മളൊരാൾ ചെയ്യുമ്പോൾ കോടതിയില്ല ഇവിടെ, നിയമമില്ല ഇവിടെ. ആ കോടതി തന്നെയാണല്ലോ നമുക്കെല്ലാം. കോടതി നമുക്ക് കുറ്റം പറയാനും പറ്റില്ലല്ലോ. ആ എല്ലാം ധിക്കരിച്ചു കൊണ്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നു പറയുമ്പോൾ, അത് അധികാരവും നിയമവും എല്ലാം കയ്യിലെടുക്കുകയായിരിക്കും. അതിന് കാരണം എന്താണെന്ന് അറിയാൻ കൂടിയാണ് ഞാൻ ഈ സിനിമ കണ്ടതെന്ന് അറിയും. എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് ഈ സിനിമ കാണാൻ പറഞ്ഞത്. അപ്പോൾ അവരും പറഞ്ഞു, സാറേ വേറൊരു പ്രത്യേകതയുണ്ട്, ഈ സിനിമ അവർ പറഞ്ഞ മുഴുവൻ കാര്യം ഞാൻ പറയില്ല. കാരണം എന്താ പറയുക, ആ സിനിമയെ ഞാൻ മുഖാന്തരം ബാധിക്കാൻ പാടില്ല. അവരും പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. സിനിമ തിയേറ്ററിൽ കാണാൻ പോയപ്പോൾ ആൾ വളരെ കുറവായിരുന്നു. മാത്രമല്ല, അവർ ചെന്നിട്ട് സിനിമ കാണാൻ പോയപ്പോൾ ആ ഷോ നടക്കും കോഴിക്കോടാണെന്ന് ആലോചിക്കണം. ഇനിയിപ്പോൾ സ്ഥലം പറഞ്ഞില്ല എന്ന് വേണ്ട, കോഴിക്കോട് ആ സിനിമ കാണാൻ ചെന്നിട്ട് ഈ സിനിമ നടക്കാൻ സാധ്യത കുറവാണെന്ന് പറയാൻ അത്രയും ആൾക്കാരില്ലാത്തതുകൊണ്ട് തിരിച്ച് പോരാൻ വരുന്നതാണ്. പിന്നീടാണ് കുറച്ച് പേര് വന്നിട്ട് ആ സിനിമ, അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ സിനിമയ്ക്ക് ആൾക്കാർ കുറവായിരുന്നു, സത്യമാണത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സിനിമയെക്കുറിച്ച് നന്മ വശങ്ങളോ മോശവശമോ ഒന്നും ഈ സിനിമയെക്കുറിച്ച് പറയുന്നത്, അത് കേസ് എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഈ അശ്വന്ത് ഗോക്ക് എന്നാണ് ഈ സിനിമയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത്? അശ്വന്ത് ഗോക്ക് റിപ്പോർട്ട് ചെയ്തതിന് മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററിൽ അതുപോലുള്ള കളക്ഷൻ റിപ്പോർട്ട് കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ കളക്ഷൻ റിപ്പോർട്ട് എടുക്കുമ്പോൾ അശ്വന്ത് ഗോക്ക് റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു വമ്പൻ കളക്ഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർമ്മാതാവിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത് കറക്റ്റാണെന്ന് ഞാൻ പറയാൻ ഒരുക്കമാണ്. അല്ല എങ്കിൽ അതല്ല വിഷയം എന്ന് ആലോചിക്കണം. ഇവിടെ നമ്മൾ സിയാദിനറിയാതെ ഓടുന്ന സിനിമകൾ, സിയാദിന് ഓടിയ സിനിമകൾ, നല്ല സിനിമകൾ, അങ്ങനെ എടുത്ത ഈ സിയാദിന് ഈ സിനിമയ്ക്ക് എന്ത് പറ്റി എന്ന് സിയാദ് അടക്കമുള്ളവർ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എനിക്കിത്രയേ പറയാനുള്ളൂ. നിയമം ആരും കയ്യിലെടുക്കരുത്. കൈകാര്യം ചെയ്യാമെന്ന് ഒരു വിഭാഗം പറയുമ്പോഴും നമ്മൾ ആലോചിക്കണം, മറുഭാഗത്തും കൈകാര്യം ചെയ്യാനുള്ള ശക്തി ഉണ്ടെന്ന് മറക്കരുത്. കാരണം ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. ഞാനിവിടെ എഴുതി എന്നെ ഏതെല്ലാം തരത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോഴോ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ അടിക്കുമ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കും, അത് ഒരടിയായിരിക്കാം. അതെങ്ങനെയത്തെ അടിയാണെന്ന് പറയാനില്ല. കാരണം നിങ്ങൾക്ക് ഗുണ്ടാ സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിലും എനിക്കും അത്ര വലുതല്ലെങ്കിലും സെറ്റപ്പുകളെല്ലാം ഉണ്ട്. ആ സെറ്റപ്പുകൾ ഉണ്ടായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു നിർമ്മാതാവിൻ്റെയും സിനിമാക്കാരുടെ ഭാഗത്ത് ഒരു ഭീഷണിയും വേണ്ട. നല്ല സിനിമ എടുക്കുക.